എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. സോഫ്റ്റായിട്ട് ഉള്ള ഒരു പുട്ട് തന്നെയാണ് കേട്ടോ. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് സോഫ്റ്റായിട്ട് നനച്ചെടുക്കുന്നതെന്ന് ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പിനെ പൊടിച്ച് എടുത്ത ഗോതമ്പ് പൊടിയാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമാണ്. ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം ആവശ്യമാണ്. നോർമൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് നമുക്ക് നനച്ചെടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം ഒന്ന് ഞാൻ മിക്സ് ചെയ്തു. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നനച്ചെടുക്കണം. കുറേശ്ശെയായിട്ട് ഇങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് നമുക്കിതിനെ നനച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കുറേശ്ശെയായി നനച്ചെടുക്കാം. അപ്പോൾ ഇനിയും വെള്ളം ആവശ്യമാണ്. കുറച്ചുകൂടി വെള്ളം ചേർത്ത് വീണ്ടും നനച്ചെടുക്കുക. ഗോതമ്പ് മാവ് ഇവിടെ നല്ല പോലെ നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നല്ല പോലെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് മാവ്. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ള പാത്രത്തിലാണ് ഇന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ ആവശ്യമാണ്. അപ്പോൾ തേങ്ങ കുറച്ചെടുക്കുക. ശേഷം നമുക്ക് പാത്രത്തിലോട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം തരി കെട്ടാത്ത മാവ്, ശേഷം തരി കെട്ടാത്ത പുട്ടിൻ്റെ മാവ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായി ഇട്ട് കൊടുക്കണം. അമക്കാൻ പാടില്ല. കുത്തി അമക്കിയാൽ പിന്നെ അത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. ശേഷം അവസാനം കുറച്ച് തേങ്ങയും കൂടി നമുക്ക് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു. അപ്പോൾ നമ്മൾ ഈ കുക്കറിൽ വിസിൽ എടുത്ത് മാറ്റിയിട്ട് ഇതിലാണ് ഉണ്ടാക്കുന്നത്. ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടെടുത്ത് വയ്ക്കാം. നമുക്ക് ഇത് ഇതിലോട്ട് വയ്ക്കാം. 5 to 7 മിനിറ്റ്സ് ആണ് ഇത് വേവാൻ എടുക്കേണ്ട സമയം. വേഗട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നെൻ്റെ നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാൻ പുട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പുട്ട് നമ്മുടെ ടിഫിൻ ബോക്സിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ സോഫ്റ്റായിട്ട് ഉള്ള ഒരു പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് പഞ്ചസാരയും പപ്പടവും മീൻകറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.